ഇവര് പിന്നെ അങ്ങനെയാണ്. അവരുടെ സമയത്തിന് മാത്രമേ വാല്യൂ ഉള്ളൂ. മറ്റുള്ളവരുടെ സമയത്തിന് യാതൊരുവിധ വാല്യൂം കൊടുക്കാത്ത ആൾക്കാരാണ് ചില പ്രൈവറ്റ് ബസ്സുകാർ. എല്ലാവരും ഇല്ല. സിന്തേറ്റ് ഇൻഡസ്ട്രീസിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അവിടെ കുറച്ച് ദിവസം മുമ്പേ തെരിസ മാമിന്റെ അടുത്ത് നിന്ന് ഞാനൊരു വാഹനം പർച്ചേസ് ഉണ്ടായിരുന്നു, ഒരു ടിയാഗോ. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് പ്രൊഫൈലിൽ കയറി കാണാൻ പറ്റും. അപ്പൊ അവരുടെ റെഫറൻസിൽ വന്ന് മറ്റൊരു ടിയാഗോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. സിന്തേറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന അന്നാണ് കേൾക്കുന്നത്. രാഹുൽ സർ പറയുമ്പോഴാണ് കേൾക്കുന്നത്. പക്ഷെ നമ്മള് കേരളത്തിന് നല്ല മൊത്തം ഇന്ത്യയിൽ 90% സ്പേസസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് അവരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വാഹനത്തിന്റെ വാലുവേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രാഹുൽ സാറിന്റെ വൈഫിന്റെ പേരിലുള്ള വാഹനമായതുകൊണ്ട് തന്നെ നേരെ രാഹുൽ സാറിന്റെ വൈഫ് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലോട്ട് പോയി. അവിടുന്ന് അവരുടെ സൈന് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് അവരൊരു നല്ലൊരു റിവ്യൂ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നേരെ രാഹുൽ സാറിനെ തിരിച്ച് ഡ്രോപ്പ് ചെയ്ത് നേരെ വീട്ടിലോട്ട് വിട്ടു. വീട്ടിലോട്ട് വരുന്ന സമയത്ത് റോട്ടിൽ കുറെ കുറുമ്പന്മാര് സ്കൂൾ വിട്ടിട്ട് വാഹനത്തിന് കൈ കാട്ടി. ഒന്നും നോക്കില്ല, അവരെ കയറ്റി. അവരോട് പറഞ്ഞു ഇത് ഡ്രഗ്സ് കടത്തുന്ന വാഹനമാണ്, പോലീസുകാർ പിന്നാലെ വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് യാതൊരുവിധ പേടി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വാഹനത്തിന് കൈ കാട്ടി പോകുന്നത് നല്ലതാണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യോണ്ടു. അവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരെല്ലാം ഫോളോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് നെയ്സിൽ എന്നെ ഒരു തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞു വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ട്. എന്തായാലും അവരോട് നല്ല കമ്പനിയായി. അങ്ങനെ അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു. അങ്ങനെ വീട്ടിൽ ഈവനിങ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അപ്പൊ നിങ്ങളുടെ ആരുടെയെങ്കിലും വാഹനങ്ങൾ കൊടുക്കാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നല്ലൊരു പ്രൈസിൽ നല്ല ഡീലിംഗിൽ നമ്മൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.